ശ്രീ ഷാബു പ്രസാദ്, രാഹുൽ ആവർത്തിക്കുകയാണ്. ഇന്ന് രണ്ടിടങ്ങളിലാണ് ഒരേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. ഇപ്പോൾ മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കാൻ മുന്നിൽ രാഹുൽ ഗാന്ധിയാണ് എന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത്. DK ശിവകുമാറും ഇതേ കാര്യം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കാൻ തയ്യാറാകുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്? അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ് തുറന്നു കാട്ടുക എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി കോൺഗ്രസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ രാഹുൽ ഇത്രനാളും വലിയൊരു ആക്രമണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയിരുന്നില്ല. ഇവിടെ തുടക്കപ്പെട്ടത് പിണറായി വിജയനാണ്, അത് മറ്റൊരു കാര്യം. ഇപ്പം ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണി LDFനും അതെ UDFനും അതെ പിണറായി വിജയനും ഈ UDF മുന്നണിക്കും അതെ വളരെ നിർണായകമായ എന്തെങ്കിലും കാര്യമായി കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു സംസ്ഥാനം ഇന്ന് ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കേരളം മാത്രമാണ്. കഴിഞ്ഞ തവണയും UDFന് കോൺഗ്രസ്സിന് ഏറ്റവും അധികം സീറ്റ് ലഭിച്ചിരുന്ന സംസ്ഥാനം കേരളമാണ്. ബാക്കി എല്ലായിടത്തും പൊട്ടും പൊടിയും ഒക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് 2 അക്കം കടന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതേപോലെ തന്നെ LDF പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അധികാരത്തിലുള്ള അവർക്ക് ശക്തമായ അടിത്തറയുള്ള ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും ഈ കേരളം വളരെ വളരെ നിർണായകമാണ്. ആ കാരണം കൊണ്ട് തന്നെ പരസ്പരം ആക്രമിക്കാൻ പറ്റുന്ന, അതായത് ഇവരൊരു മുന്നണിയിൽ നിൽക്കുന്നു എന്നുള്ളതൊക്കെ അത് ഇരട്ടത്താപ്പിൻ്റെ മറ്റൊരു രാഷ്ട്രീയം, അതവിടെ നിൽക്കട്ടെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. പക്ഷേ ഇവരെ 2 പേരെ സംബന്ധിച്ചിടത്തോളവും ഇത് ഈ കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ സാഹചര്യം, കേരളത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം, ഇതെല്ലാം ഇവർക്ക് 2 പേർക്കും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. അതുകൊണ്ട് കയ്യിൽ കിട്ടാവുന്ന, അത് രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ടറിയാം. രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയിരുന്ന് എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുമ്പം ആരെങ്കിലുമൊക്കെ വേണ്ടേ കൈയടിക്കാൻ? അതിന് ഈ കേരളത്തിൽ നിന്ന് കിട്ടാനുള്ളൂ ആളെ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഓരോ സീറ്റുകൾക്ക് വേണ്ടിയും ഈ 2 കൂട്ടരും അവരെ കൊണ്ടാവുന്നതെല്ലാം അവർ ചെയ്യും. ഇനിയും എന്തുകൊണ്ട് ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, വീണ വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇത് ഇവരുടെ, എൻ്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെയോ ഇഷ്ടത്തിനും അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് വേണം ഇവിടുത്തെ കേന്ദ്ര ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ED ആയാലും ശരി, CBI ആയാലും ശരി, ഏത് ഏജൻസി ആയാലും ശരി, അവർക്ക് വളരെ കൃത്യമായ അന്വേഷണ രീതിയുണ്ട്, കൃത്യമായ പ്രോട്ടോക്കോളുണ്ട്. അതനുസരിച്ചേ അവർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, 2015 എടുത്ത കേസാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ, സോണിയാഗാന്ധിക്കെതിരെ എടുത്തത്. അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് 2022 7 വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ വിളിപ്പിക്കുന്നത്. ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ 9 പ്രാവശ്യം സമൻസ് അയച്ചതിന് ശേഷമാണ് അയാളെ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ചെയ്യുന്നത് ഓരോ കേസിൻ്റെ ഒരു രീതി അനുസരിച്ചും കേസിൻ്റെ മെറിറ്റും അതിൻ്റെ പ്രത്യേകതകളും അനുസരിച്ച് എപ്പോൾ, എങ്ങനെ, എവിടെ ആക്ട് ചെയ്യണം എന്ന് അവർ തീരുമാനിച്ച് ചെയ്യും. രാഹുൽ ഗാന്ധി ഇവിടെ ചർച്ചാ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, താങ്കൾ രാഹുലിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും ശക്തമായി വിമർശനം ഉന്നയിക്കുന്നയാളാണ് താൻ എന്ന് രാഹുൽ പറയുകയാണ്. അതേസമയം തന്നെ ഇതേ 24 മണിക്കൂറും തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കെങ്ങോട്ടാണ് കൊള്ളുന്നത് എന്ന കാര്യം വ്യക്തമാണല്ലോ. പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സോഫ്റ്റ് കോർണർ സമീപനമാണ് സ്വീകരിക്കുന്നത്, മൃദുവായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ആ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് തന്നെയാണ്. AK ആന്റണി സംസാരിച്ചപ്പോഴും അദ്ദേഹം അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യമുള്ളതാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം. നേരത്തെ രാഹുൽ ഇതങ്ങനെ പറയാറില്ല, പക്ഷേ ഇപ്പോൾ അദ്ദേഹവും ഇത് ശക്തമായിട്ട് ഉന്നയിക്കുന്നതാണ് കാണുന്നത്. അതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കാരണം അത് രാഹുൽ ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് അതിന് പ്രസക്തി ഏറുകയാണ്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ തന്നെ ഇപ്പോൾ യെച്ചൂരിയുടെ കാര്യം അറിയാമല്ലോ. രാഹുലിനെ യെച്ചൂരി വിമർശിക്കാറില്ല, തിരിച്ച് രാഹുലും വിമർശിക്കാറില്ല. ഇന്ന് താങ്കൾ ശ്രദ്ധിക്കൂ, രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചതിന്റെ തൊട്ട് പിന്നാലെ യെച്ചൂരിയുടെ അഭിപ്രായം തേടിയിരുന്നു. അദ്ദേഹം പക്ഷേ രാഹുൽ അങ്ങനെ പറയരുതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. അതായത് രാഹുലിനെതിരെ
ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ സമീപകാലത്ത് യെച്ചൂരിയുടെ ഒരു വിമർശനം വരുന്നത്. അപ്പോൾ അതിന്റെ രാഷ്ട്രീയം താങ്കൾക്ക് വ്യക്തമാണല്ലോ. ആ അഡ്ജസ്റ്റ്മെന്റ് തുറന്നു കാട്ടുകയാണ് രാഹുലും കോൺഗ്രസും. അല്ല, രാഷ്ട്രീയം വളരെ ക്ലിയറാണ്. അതായത് ഇത്ര ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് LDFൻ്റെ ആക്ഷേപം. അത് കുറേ കാലമായിട്ട് ഈ BJP ഇവിടെ നിന്ന് UDFിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് അവിടെ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും പോകുന്നത് BJPയിലേക്കാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് വലിയ ഒഴുക്കുണ്ടാകും. ഇപ്പോൾ പത്മജ പോയി, അനിൽ ആൻ്റണി പോയി, ഇതാ കണ്ടില്ലേ, ഇവർ തമ്മിലാണ് ഡീല്, ഇവർ തമ്മിലാണ് ഇടപാട് എന്നാണ് ജയചന്ദ്രൻ്റെ പാർട്ടി പറയുന്നത്. ഈ ജയചന്ദ്രൻ്റെ പാർട്ടി പറയുന്നത് എന്താണ്? അല്ല, സോറി, ഒടുവിലെ കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഇതാ കണ്ടില്ലേ, അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ട ED എന്താ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇത് അവർ തമ്മിലുള്ള ഡീലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അകത്തെയും പ്രധാന കഥാപാത്രം ഇവിടെ BJP ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ രസം. BJP ഇത് ശ്രദ്ധിക്കുന്നുമില്ല. അവർ ഇതിനെ ഒരു പുഞ്ചിരിയോടെ അവഗണിച്ചുകൊണ്ട് അവരുടെ വർക്കുമായിട്ട് അവരുടെ കാര്യവുമായിട്ട് പോവുകയാണ്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് നിങ്ങളാണ് BJPയെ സഹായിക്കുന്നത്, നിങ്ങളാണ് BJPയെ സഹായിക്കുന്നതെന്ന് ഈ രണ്ട് കൂട്ടരും ചരിത്രവും ഓരോ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് ഇതാ തെളിവ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് മെഴുകാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, കുറേയധികം കാലം. BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ അസന്നിഗ്ധമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അസ്പൃശ്യതയില്ല, രാഷ്ട്രീയ ഐക്യത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പല ഘട്ടങ്ങളിൽ പല പ്രാവശ്യം ഈ ഇടതുപക്ഷത്തിനോടും കോൺഗ്രസിനോടും ഒക്കെ ഒത്തുപോകുന്ന ഒരു ചരിത്രം ഇവിടെ കേരളത്തിൽ BJPക്കുണ്ട്, കേരളത്തിലും ദേശീയ തലത്തിലുമുണ്ട്. കോലീബി സഖ്യം എന്നീ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അതൊരു പരാജയപ്പെട്ടു പോയെങ്കിലും അതൊരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. അതേപോലെ തന്നെ CPMുമായിട്ടും ഇടത് കക്ഷികളുമായിട്ടും തോളോട് തോൾ ചേർന്ന് BJP പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുമുണ്ട്. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇവർ ഈ പരസ്പരം ആരെ പ്രീണിപ്പിക്കാനാണ്, ആരെ പ്രീതിപ്പെടുത്താനാണ് ഇങ്ങനെ ഈ ഡീലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?